ഹലോ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇൻട്രഡക്ഷൻ ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആണ്. അതായത് ഈ ഒരു നിയമം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ ഒരു ഇൻട്രഡക്ഷനാണ് പറയുന്നത്. ഈ ഒരു ആക്ടിൻ്റെ ഒരു ഇൻട്രഡക്ഷനാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് നോട്ട്സും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. സോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1 സെപ്റ്റംബർ 1872. 1 സെപ്റ്റംബർ 1872 ഈ ഒരു നിയമം നിലവിൽ വന്നത്. Then this act was passed by British government and it is based on the principle of English common law. നമുക്കറിയാം 1872 ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. സോ ഈ ഒരു നിയമം നിലവിൽ കൊണ്ടുവന്നതും ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇംഗ്ലീഷ് കോമൺ ലോ. ഇംഗ്ലീഷ് കോമൺ ലോയുടെ പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ കൂടുതലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഈ ഒരു നിയമം നിലവിൽ വന്ന സമയത്ത് അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട് കണ്ടെയ്ൻ 11 ചാപ്റ്റേഴ്സ് ആൻഡ് 226 സെക്ഷൻസ്. 11 ചാപ്റ്റേഴ്സും 226 സെക്ഷൻസും ആയിരുന്നു ഈ ഒരു ആക്ട് നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ചാപ്റ്റർ 7 അതേപോലെ തന്നെ ചാപ്റ്റർ 11 എക്സ്ക്ലൂഡ് ചെയ്തേക്കാണ്, റിപ്പീൽ ചെയ്തിരിക്കുകയാണ്. ചാപ്റ്റർ 7 എന്ന് പറയുമ്പോഴത്തേന് സെക്ഷൻ 76 മുതൽ 123 വരെ ആയിരുന്നു ഈ ചാപ്റ്റർ 7. അതിൽ ഇൻക്ലൂഡ് ചെയ്ത ചാപ്റ്റർ എന്ന് വെച്ചാൽ സെയിൽസ് ഓഫ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആയിരുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചാപ്റ്റർ 11 ആണ്. സെക്ഷൻ 239 മുതൽ 266 വരെയോളം ഈ ഒരു ചാപ്റ്റർ ആയിരുന്നു. ദെൻ പാർട്ട്ണർഷിപ്പ് ആയിരുന്നു ആ ഒരു ചാപ്റ്റർ. അപ്പം ഈ ഒരു നിയമം റിപ്പീൽ ഈ 2 ചാപ്റ്റേഴ്സും റിപ്പീൽ ചെയ്തേക്കാണ്. ഇപ്പോൾ ഈ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് വന്നിട്ടുണ്ട്. സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് 1930 ആണ്. അതായത് ഈ ഒരു ചാപ്റ്റർ മാറ്റി റിപ്പീൽ ചെയ്തിട്ട് ഒരു പുതിയ ആക്ട് തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 നിലവിൽ വന്നിട്ടുണ്ട്. ദെൻ എന്താണ് ഈ നിയമം എന്ന് വെച്ചാൽ, കോൺട്രാക്ട് ആക്ട് എന്ന് പറയുമ്പോഴത്തേന് ഇറ്റ് ഈസ് എ ലോ റിലേറ്റിംഗ് ടു കോൺട്രാക്ട്. അപ്പം അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബോധമെങ്കിലും ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അറിവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് കോൺട്രാക്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. സോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 2(h) കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്നുള്ളതാണ്. അപ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റ് ആണ്, എൻഫോഴ്സിബിൾ ബൈ ലോ. ലോ പ്രകാരം എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന എഗ്രിമെൻറ്റിനെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടുന്ന ഒരു ടേം എന്ന് പറയുന്നത് എഗ്രിമെൻ്റ് ആണ്. എഗ്രിമെൻറ്റ് 2 തരത്തിലുണ്ട്. സോഷ്യൽ എഗ്രിമെൻ്റ് ഉണ്ട്, ലീഗൽ എഗ്രിമെൻ്റ് ഉണ്ട്. സോഷ്യൽ എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ബൈ ലോ അല്ലെങ്കിൽ കോടതിയിലോ അല്ലെങ്കിൽ നിയമപ്രകാരമോ ലോ പ്രകാരമോ നമുക്ക് എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇറ്റ്സ് എ സോഷ്യൽ എഗ്രിമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എ എന്ന് പറയുന്നത് ബി എ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ ബി എന്ന് പറയുന്ന എയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് അറ്റൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും കോടതിയിൽ പോയി എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ലോ പ്രകാരം എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സോഷ്യൽ എഗ്രിമെൻറ്റ് മാത്രമാണ്. നെക്സ്റ്റ് ലീഗൽ എഗ്രിമെൻ്റ് ആണ്. ലീഗൽ എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോഴത്തേന് അവിടെ ഒരു ലീഗൽ ട്രാൻസാക്ഷൻ ആണ് വരുന്നത്, അതായത് നിയമപരമായ ഇടപാടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലീഗൽ എഗ്രിമെൻറ്റിന് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് അറൈസ് ആവുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയലേഷൻ ഉണ്ടാവുകയാണെങ്കിലോ നിയമപ്രകാരം അതിനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. ലോഫുൾ ആയിട്ട് ഉള്ള രീതിയിൽ അതിനെ എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിലുള്ള ലീഗൽ എഗ്രിമെൻറ്റിനെയാണ് യഥാർത്ഥത്തിൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻഫോഴ്സിബിൾ ബൈ ലോ. നെക്സ്റ്റ് എന്ന് കൊണ്ടുദ്ദേശിക്കുന്നത് കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്നാണ് ഡെഫിനിഷൻ. അതിൽ എഗ്രിമെൻറ്റ് എന്താണെന്ന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തു. ഇനി എൻഫോഴ്സിബിൾ ബൈ ലോ എന്നുള്ളതാണ്. അപ്പോൾ എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്
കോടതി മുഖേന നമുക്ക് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ലോ പ്രകാരം നമുക്ക് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ലീഗൽ എഗ്രിമെൻറ്റും സോഷ്യൽ എഗ്രിമെൻറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലീഗൽ എഗ്രിമെൻറ്റുകളാണ് ലോ പ്രകാരം എൻഫോഴ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ എൻഫോഴ്സിബിൾ ബൈ ലോ ചില സമയങ്ങളിൽ ഒരു സംശയം ഉണ്ടാകും, എൻഫോഴ്സിബിൾ ബൈ കോർട്ടാണോ എന്നുള്ളൊരു സംശയം വരും. യഥാർത്ഥത്തിൽ കോടതി മുഖേന മാത്രമല്ല ഇത്തരത്തിലുള്ള എഗ്രിമെൻറ്റ് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ADR പോലുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം അത്തരത്തിൽ നമുക്ക് ഈ ഒരു ലീഗൽ എഗ്രിമെൻറ്റിൻ്റെ ഒക്കെ വയലേഷനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സോ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കോടതി മുഖേന മാത്രമല്ല ഇത്തരത്തിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ലീഗൽ എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ വയലേഷൻസിനെ നമുക്ക് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ലോ എന്ന് പറയുന്നത്, ലോ ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച് ഓഫ് മെർക്കൻറ്റൈൽ ലോ ആണ്. സോ എന്താണ് മെർക്കൻറ്റൈൽ ലോ എന്ന് പറയുന്നത്? ലോ വിച്ച് റെഗുലേറ്റ് ബിസിനസ് ആക്ടിവിറ്റീസ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ലോ ആയിട്ടോ ഒരു ട്രേഡ് ലോ ആയിട്ടോ ഒക്കെ നമുക്കിതിനെ പറയാനായിട്ട് പറ്റും. അതായത് ലോ റിലേറ്റഡ് ടു എ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി ഓർ ലോ റിലേറ്റഡ് ടു ബിസിനസ് ആക്ടിവിറ്റീസിനെയൊക്കെയാണ് മെർക്കൻറ്റൈൽ ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ലോ ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിത്തൗട്ട് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ടു ക്യാരി എ ട്രേഡ് ഓർ ബിസിനസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ബിസിനസ്സിനും ട്രേഡും ഒക്കെ നിലനിൽക്കുന്നതിന് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിന് വളരെയേറെ പ്രാധാന്യം തന്നെയുണ്ട്. ഇന്ത്യൻ കോൺട്രാക്റ്റ് പോലുള്ള ഒരു ശക്തമായ ലോ ഇല്ല എന്നുണ്ടെങ്കിൽ, കോൺട്രാക്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ലോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ട്രേഡും ബിസിനസ്സും ഒക്കെ മുന്നോട്ട് പോകുക എന്ന് പറയുന്ന വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബട്ട് ദ ലോ ഓഫ് കോൺട്രാക്റ്റ് ഇസ് നോട്ട് ഓൺലി ആപ്ലിക്കബിൾ ടു ബിസിനസ് ബട്ട് ഓൾസോ ടു ഓൾ ഡേ ടു ഡേ പേഴ്സണൽ ഡീലിങ്സ്. സത്യമാണല്ലേ? ബിസിനസ്സിന് മാത്രമല്ല ലോ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോ റിലേറ്റിംഗ് ടു ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഡേ ടു ഡേ പേഴ്സണൽ ലൈഫിൽ പോലും ഈ ഒരു ലോയ്ക്ക് ഭയങ്കരമായ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം പേഴ്സണലായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിക്കുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുകയാണ്, ഇല്ലെങ്കിൽ ഒരു ലൈബ്രറിയിൽ പോയിട്ടൊരു ബുക്ക് എടുക്കുകയാണ്. സോ ഇതെല്ലാം തന്നെ ഒരു കോൺട്രാക്റ്റ് അല്ലേ? ഇതിലെല്ലാം തന്നെ എന്താ പറയുക, ഒരു എഗ്രിമെൻ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിക്കുകയാണെങ്കിൽ അത് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു ലൈബ്രറിയിൽ പോയി ബുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എഴുതി സൈൻ ചെയ്യും, തിരിച്ച് നമ്മൾ ആ ബുക്ക് കൊടുക്കാനുള്ളൊരു ഡ്യൂട്ടി നമുക്കുണ്ട്. സോ ബിസിനസ് ട്രാൻസാക്ഷൻസിൽ മാത്രമല്ല നമ്മുടെ പേഴ്സണൽ ഡീലിങ്സിൽ പോലും, അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ പോലും ലോ റിലേറ്റഡ് ടു കോൺട്രാക്റ്റിന് വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് സെക്ഷൻ 1 to 75 നമുക്ക് വേണമെങ്കിൽ ഒരു ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റ് ആണെന്ന് പറയാം. അതായത് ഈ ഒരു കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ബെയർ ആക്ട് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും പല ചാപ്റ്റേഴ്സൊക്കെ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ്, പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ്, ദെൻ സർട്ടൻ റിലേഷൻ റിസംബ്ലിങ് ദോസ് ക്രിയേറ്റഡ് ബൈ കോൺട്രാക്റ്റ്, അങ്ങനെ പല ചാപ്റ്റേഴ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നതെങ്കിലും സെക്ഷൻ 1 മുതൽ 75 വരെയുള്ള ഈ ഒരു സെക്ഷൻസൊക്കെ എന്ന് പറയുന്നത് എല്ലാ കോൺട്രാക്റ്റിനും ബാധകമാണ്. അതായത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് മാത്രമല്ല കോൺട്രാക്റ്റ് റിലേറ്റഡ് ലോസ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, ഇതെല്ലാം എന്ന് പറയുന്നത് ഇതിലെല്ലാം കോൺട്രാക്റ്റ് ആണ് അല്ലേ? ഇതിലെല്ലാം ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളത്. പാർട്ട്ണർഷിപ്പ് ആക്ട് ആയാലും നമുക്ക് ഓരോ ആക്റ്റുകളും അതിൻ്റെ ഫീച്ചേഴ്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇതെല്ലാം എന്ന് പറയുന്നത് കോൺട്രാക്റ്റുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ലോസ് ആണ്. സോ ഇതിലെല്ലാം പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റൽ ആയിക്കോട്ടെ, സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് ആയിക്കോട്ടെ, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, ഇതിലെ എല്ലാ ട്രാൻസാക്ഷൻസിലും വരുന്ന സെക്ഷൻസ് ആണ് സെക്ഷൻ 1 to 75 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്ന് പറയുന്നത്. കാരണം ഈ 1 to 75 എന്ന് പറയുന്നത് കോൺട്രാക്റ്റിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് Contract Act is a fundamental area of law because it's essential for understanding how contracts are formed, how they are enforced, and how disputes are solved.
ലോയുടെ ഒരു ഫണ്ടമെൻ്റൽ ഏരിയയാണ് കോൺട്രാക്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈ കോൺട്രാക്റ്റിൻ്റെ സഹായത്തോടു കൂടി ആൻസർ ചെയ്യാനായിട്ടും പറ്റും. അതായത് എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത്, പിന്നെ ഈ ഒരു ഫോം ചെയ്ത കോൺട്രാക്റ്റിന് എന്തെങ്കിലും ഒരു പിഴവുണ്ട്, എന്തെങ്കിലും ഒരു വയലേഷൻ സംഭവിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു എന്താ പറയുക ഡിസ്പ്യൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും, ഇതിൽ ഡിസ്പ്യൂട്ട്സ് വരുവാണെങ്കിൽ അതെങ്ങനെ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. സോ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. കോൺട്രാക്റ്റിനെ കുറിച്ച് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ്, പിന്നെ ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് കോൺട്രാക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ. പക്ഷേ വളരെ ബേസിക്കലി എന്താണ് ഒരു കോൺട്രാക്റ്റ് ആക്ട് എടുത്ത് നമ്മൾ വായിച്ച് നോക്കുമ്പം മനസ്സിലാക്കേണ്ടത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്.